SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ മാനേജറും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററുമായിരുന്ന മഹേശൻ കണിച്ചുകുളങ്ങരയിലെ SNDP ഓഫീസിനകത്ത് സ്വയം ജീവനൊടുക്കിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കുറേ പേരെങ്കിലും ഇപ്പോഴും ഓർക്കുന്നുണ്ടാവും ആ വാർത്ത. ആ ജീവനൊടുക്കാൻ പെട്ടെന്ന് ഇടയായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം, അതായത് ഇദ്ദേഹം മരിക്കുന്നത് 2020 ജൂൺ 24-നാണ്. അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ജൂൺ 23-ന് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഹാജരായിരുന്നു എന്നുള്ളതാണ്. ആ ഹാജരായതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ചില കത്തുകൾ, അന്ന് തന്നെ ആത്മഹത്യാക്കുറിപ്പുകൾ, നിരവധി പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. കൂടാതെ ഇദ്ദേഹം ഇന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എഴുതിയ കത്തുമൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ കത്തിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശനടക്കം ഇതിൽ പ്രതിയായിരുന്നുവെന്നും, പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മാത്രം ക്രൂശിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുവെന്നും അതിനാലാണ് താങ്കൾ ഇതുപോലെ മരിക്കേണ്ടി വന്നത് എന്നുമൊക്കെ സൂചിപ്പിക്കുന്ന കത്തുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് എന്താണ് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം. സംസ്ഥാന പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് വളരെ കുറഞ്ഞ തുകക്ക് 2% തുകക്ക് ഏതാണ്ട് 15 കോടിയോളം രൂപ അവിടെ നിന്ന് വായ്പ എടുക്കുകയും അത് മൈക്രോ ഫിനാൻസ് വഴി SNDPയിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ ഒരു 12%, 14% ഒക്കെ ആയിട്ടുള്ള പലിശക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതും, വ്യാജമായിട്ട് നിരവധി ആളുകളുടെ പേരിൽ പണം എഴുതിയെടുത്തു എന്നുള്ളതുമൊക്കെയുള്ള വലിയ പരാമർശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പണം ഇത് തന്നെയാണോ, ഈ രീതി കൂടുതലാണോ, ഇത് തീർച്ചയായിട്ടും ഒരുപാട് ഇരട്ടിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പ് ഇതിനകത്ത് നടന്നു എന്നുള്ളതാണ് കേസ്. ആ കേസ് ഇപ്പോൾ വലിയ അനക്കമൊന്നുമില്ലാതെ 6 കൊല്ലമായിട്ട് കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഭരിക്കുന്നവർക്കെല്ലാം തന്നെ വേണ്ടപ്പെട്ട ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പോലും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യയുടെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്ത വിവരമൊക്കെ നമുക്കറിയാം. അതിനുശേഷം ആത്മസഹോദരനാണ് എന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ പക്ഷേ ഇപ്പോൾ VM സുധീരൻ ആ കേസിൻ്റെ പുറത്ത് അന്വേഷണം ആവശ്യപ്പെടുകയും വളരെ കർശനമായിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിന് ഇപ്പോൾ വീണ്ടും ജീവൻ വെക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാം തന്നെ പലപ്പോഴും ഒരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതിനും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കറിയാം, ഇതിനുവേണ്ടി പോരാടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. അദ്ദേഹം വലിയ എതിർപ്പ് വെള്ളാപ്പള്ളി നടേശനോട് ഉണ്ടാവുകയും ഈ ചെയ്യുന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്നൊക്കെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന് പോലും ഭയമുണ്ടായിരുന്ന ഒരാൾ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിനോടൊപ്പമാണ് പക്ഷേ ഈഴവ സമുദായത്തിലെ മഹാഭൂരിപക്ഷം പേരും നിന്നിരുന്നത്. വെള്ളാപ്പള്ളി നടേശന് പോലും അതിൻ്റെ അകത്ത് വലിയ പിടിയുണ്ടായിരുന്നില്ല അദ്ദേഹം ആയിരുന്നപ്പോൾ എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വീണ്ടും നമുക്കറിയാം, ഇപ്പോൾ VM സുധീരൻ്റെയൊക്കെ ഒരു താല്പര്യപ്രകാരം തന്നെ ആ കേസ് അന്വേഷണം കുറച്ചുകൂടി ത്വരിതപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകും. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കുറച്ചുകൂടി വരുതിക്ക് നിർത്താൻ ആളുകൾ ശ്രമിക്കും എന്നുള്ളതിനും അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശനെ ജയിലിലടക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ക്രൂശിക്കാൻ സഹായിക്കുകയോ ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബിന്ദു കൃഷ്ണയാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലിജു ആണെങ്കിലും നിരവധി ആളുകൾ, അതവരൊക്കെ ഈഴവരായിട്ടുള്ള ആളുകളാണ്. കൂടാതെ നമുക്കറിയാം OJ ജനീഷും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഈഴവർ എന്നുള്ളതിലൊക്കെ മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ മന്ത്രിസഭക്കകത്തുള്ള വലിയ ആളുകൾ തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി വലിയ ബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള ആളുകൾ തന്നെയാണ്. ഇനി VD സതീശനോ അല്ലെങ്കിൽ VM സുധീരനോ ഒക്കെ പോലും അത്തരം നിലപാടുകൾ എടുത്താൽ പോലും ഒരുപക്ഷെ വളക്കുക എന്നുള്ളതല്ലാതെ ഒടിക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒടിക്കാൻ തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ മന്ത്രിസഭക്കകത്ത് തന്നെ വലിയ വിള്ളലുണ്ടാവുകയും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടി പൊളിറ്റിക്സിൽ കോൺഗ്രസ് നേരിടേണ്ടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ കൃത്യമായി അന്വേഷിക്കപ്പെടുകയും അതുപോലെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആ ശിക്ഷിക്കാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും വെള്ളാപ്പള്ളി നടേശനുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി ഒരു ഒച്ചപ്പാടുണ്ടാക്കാനും വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ കുറച്ച് സമയത്തേക്കൊന്ന് ക്രൂശിക്കാനും അതുവഴി ചില രാഷ്ട്രീയ നേട്ടങ്ങൾ 2029 ലോക്സഭയിലേക്കൊക്കെ ഉണ്ടാക്കാനുമുള്ള ഒരു പരിശ്രമം നടക്കും എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ കേസിൻ്റെ പുറത്ത് ഏതെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ചെയർമാനാണ്. കൂടാതെ ഈ പറയുന്ന
വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പ്രീതി നടേശൻ തന്നെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. അതും കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ വെള്ളാപ്പള്ളി നടേശൻ CPM-മായി അടുത്ത് നിൽക്കുകയും CPM അധികാരത്തിൽ വരണമെന്ന് വിചാരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ പോയി കാണും എന്നുകൂടിയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെയും ഈ കേസ് വീണ്ടും പതുക്കെ ആവുകയും സ്ലോ ആവുകയൊക്കെ ചെയ്യും. ഇനിയോട് അടുത്തൊരു 4-5 കൊല്ലം കൂടി ഇതിങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഒരു പരിശ്രമം മാത്രമേ, ഈ ഉണർവ് മാത്രമേ ഈ കാര്യത്തിൽ ഉണ്ടാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ CPM കൂടി ഇപ്പോൾ ഈ കാര്യത്തിൽ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് P ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ തിരുവനന്തപുരത്ത് പങ്കെടുത്തിരുന്നു. ആ പുസ്തകം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ സനാതന വഴികൾ എന്നുള്ളതാണ്. ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിൽ ഒരു ചോദ്യം ഉയർന്നിരുന്നു. കാരണം വെള്ളാപ്പള്ളി ശ്രീനാരായണ ദർശനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ലെങ്തിയുള്ള ചോദ്യമാണ്, അതിലേക്ക് കിടക്കുന്നില്ല. ആ ചോദ്യം അത്ര വലിയ ചോദ്യമാണ്, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ മറുപടി പറഞ്ഞത്, ഒരേ സമയം നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ മകൻ സംഘപരിവാറിനൊപ്പവും നിൽക്കുകയായിരുന്നു, അതുപോലെ ഭാര്യ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഇങ്ങനെ 2 വള്ളങ്ങളിലും കാല് വെച്ചിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വന്ന് പത്രസമ്മേളനം നടത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങൾ അന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ തള്ളിക്കളഞ്ഞതാണ്, കൂടാതെ ഞങ്ങൾ അദ്ദേഹത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വെള്ളാപ്പള്ളി നടേശന് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ കേസ് ലൈവായി തന്നെ നിൽക്കും. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള ഒരു പ്രശ്നവും വെള്ളാപ്പള്ളി നടേശനോ SNDP യോഗത്തിനോ ഒന്നും ഉണ്ടാവാനില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ VD സതീശന് ഒരു നിലപാട് കോടതിയിൽ പറയണം. അത് 200 പേരിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടിയാണ് ഇപ്പോൾ SNDP-യിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതല്ല, എല്ലാവരും തന്നെ വോട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറട്ടെ എന്ന് ഗവൺമെൻറ് ഒരു നിലപാട് കൂടി പറയാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചില നിരവധി പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാടുകളിലൂടെ ആയിരിക്കും വെള്ളാപ്പള്ളി നടേശനെയും SNDP യോഗത്തെയും എങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. SNDP യോഗത്തോട് എന്തായാലും ശത്രുതാപരമായ സമീപനമൊന്നും എടുക്കാൻ കഴിയില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശനോട് എന്തായിരിക്കും സമീപനം എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ മാത്രം ഒരു സൃഷ്ടിയാണെന്നും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തണുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ അതിനും അപ്പുറത്തേക്കുള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ എന്നുള്ളത് പറയാതെ വയ്യ.